പ്രൈസ് ലോർഡ്. ഹെഡ്മേൽ നടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ്. നിങ്ങളിൽ പലരും കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്ട്രെച്ച് മാർക്ക് മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യൂവർ തന്നെ ഹണിമോൾ എ തോമസ് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ്. നമ്മുടെ ഒരു വീഡിയോയിൽ ഹണിമോൾ വന്ന് എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു, ചേച്ചിയുടെ അടുത്ത് പലരും ചോദിക്കാറില്ല സ്ട്രെച്ച് മാർക്ക് പോകാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പുണ്ട്, പറഞ്ഞു തന്നാൽ ചേച്ചി ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ ഹണിമോൾ പറഞ്ഞു തന്ന ടിപ്പാണിത്. നമുക്ക് വേണ്ടത് മൂന്നേ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് മൂന്നും നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. വാസലിൻ്റെ ബോഡി ലോഷൻ. ഇത് വാസലിൻ്റെ ഏത് ബോഡി ലോഷൻ വേണമെങ്കിലും എടുക്കാം. അതായത് ഏതെന്നും ഞാൻ പറയാൻ കാരണം പല മണത്തിലും പല കളറുകളിലും ലഭ്യമാണല്ലോ. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. വാസലിൻ്റെ ആയിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഒലിവ് ഓയില്. ഒലിവ് ഓയിൽ തന്നെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലുണ്ട്, വെർജിൻ ഒലിവ് ഓയിലുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അതായത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് പച്ച കളറിലും വരും, ഗോൾഡൻ കളറിലും വരും. പിന്നെ അതിൻ്റെ ലിക്വിഡും കിട്ടും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ചെയ്യേണ്ട വിധം, ഈ വാസലിൻ ബോഡി ലോഷന്റെ ബോട്ടിലിൽ 2 സ്പൂൺ എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ഞാൻ ടേബിൾ സ്പൂൺ ആണോ ടീസ്പൂൺ ആണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അതിന് റിപ്ലൈ കിട്ടിയില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അതിൽ ഒഴിക്കാം. അതായത് 300 ml ആണ് വാസലിന്റെ ബോഡി ലോഷൻ പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 12 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ 10 തൊട്ട് 15 വരെ എത്ര എണ്ണം വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഇതുകൂടി ആ ബോട്ടിലിലേക്ക് പൊട്ടിച്ചൊഴിച്ച ശേഷം അടപ്പടച്ചിട്ട് നല്ലതുപോലെ കുലുക്കി മിക്സ് ചെയ്യുക. ഇനി ഈ മെത്തേഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോഷൻ വേറെ ഒരു വലിയ ബോട്ടിലിൽ എങ്ങാനും മാറ്റി, വലിയ ഡബ്ബയിലോട്ട് എങ്ങാനും മാറ്റി അതിലേക്ക് ഒലിവ് ഓയിലും ഈ വൈറ്റമിൻ ക്യാപ്സ്യൂളും ഇട്ട ശേഷം മിക്സ് ചെയ്തിട്ട് അതിൽ തന്നെ വെച്ചിരുന്നും യൂസ് ചെയ്യാം. ഇത് എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാമേ. ഇനി ഞാൻ ഒലിവ് ഓയിൽ 3 ടേബിൾ സ്പൂൺ പറഞ്ഞു എന്ന് കരുതി ഇച്ചിരി കൂടിയാലോ ഇച്ചിരി കുറഞ്ഞാലോ പ്രശ്നമൊന്നുമില്ല. അതുപോലെ വൈറ്റമിൻ ക്യാപ്സ്യൂളും 10 തൊട്ട് 15 വരെ എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്കുള്ള എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് അടുപ്പിച്ച് 1 മാസമെങ്കിലും യൂസ് ചെയ്യണം, എങ്കിലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരും വന്ന് ദയവീ ഇത് കമന്റ് ഇടരുതേ. അപ്പോൾ സ്ട്രെച്ച് മാർക്കുള്ളവരൊക്കെ, എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചവരൊക്കെ ഇത് ട്രൈ ചെയ്യൂ, എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇതിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സംശയമുള്ളത് ചോദിക്കാം. മറുപടി അർഹിക്കുന്നതാണെങ്കിൽ മാത്രം ഞാൻ റിപ്ലൈ തരും. കാരണം കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ സംശയം വരാത്ത രീതിയിലുള്ള എല്ലാം ഞാൻ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. മറുപടി അർഹിക്കുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി തരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.